ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോഡോക്സ്. അങ്ങനെ LSGക്കെതിരെ ഒരു ആവേശജനകമായ മത്സരത്തിനൊടുവിൽ റോയൽ ചലഞ്ച് ബാംഗ്ലൂർ ക്വാളിഫയർ 1 സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. LSG ഉയർത്തിയ 227 എന്ന് പറയുന്ന കൂറ്റൻ വിജയലക്ഷ്യം 8 പന്തുകൾ ബാക്കി നിൽക്കെ അനായാസമായി, ഒരിക്കലുമല്ല വളരെ ടഫായിട്ടുള്ളൊരു മത്സരത്തിനോട് തന്നെയാണ് RC മറികടന്നത്. അപ്പോൾ നമുക്ക് മത്സരത്തിലോട്ട് വരാം. സീസൺ തുടങ്ങിയത് മുതൽ സീസണിലെ ഏറ്റവും ഉയർന്ന തൂക്കി പോയ താരമായ ഋഷഭ് പന്ത് കേൾക്കുന്ന പഴികൾക്ക് കണ്ണും കണക്കുമില്ല. എല്ലാവർക്കും അറിയാം, സീസൺ തുടങ്ങിയ ഫസ്റ്റ് മത്സരം മുതൽ കഴിഞ്ഞ മത്സരം വരെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ താരം ഋഷഭ് പന്ത് തന്നെയായിരിക്കും. ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന് സീസണിലെ തന്നെ ലീഗിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റുന്ന താരമായിട്ടിരുന്നിട്ട് പോലും 150 റൺസ് പോലും സ്വന്തം പേരിലാക്കാൻ ഋഷഭ് പന്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് അതിനെല്ലാം മറുപടി പറയാനുള്ള അവസാനത്തെ അവസരമാണെന്ന് അയാൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഇനി സീസണിൽ പ്രത്യേകിച്ചൊന്നും നേടാനില്ല. എന്നാൽ ഇതുവരെ തങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് വന്ന കാണികൾക്ക് ഒരു അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ക്രിക്കറ്റ് ദൈവങ്ങളെല്ലാം അയാളുടെ കൂടെ എന്ന രാത്രി തൊടുന്നതെല്ലാം പൊന്നാകുന്നത് പോലെയുള്ള ബൗണ്ടറികളും സിക്സറുകളും. മിച്ചൽ മാർഷുമൊത്ത് 2ാം വിക്കറ്റിൽ ഈ 150 റൺസിന് മുകളിലുള്ളൊരു കൂറ്റൻ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. പണ്ടെങ്ങോ കണ്ട് ശീലിച്ച ഋഷഭ് പന്തിൻ്റെ ട്രേഡ് മാർക്ക് ഷോട്ടുകളെല്ലാം കൃത്യമായി ഫലം കാണുന്ന കാഴ്ച. RCB ബോളർമാർ തലങ്ങും വിലങ്ങും അടിമേടിക്കുന്നു. മികച്ച രീതിയിൽ പന്തെറിയുന്ന രസ് ദയാലും ഭുവനേശ്വർ കുമാറും എല്ലാം ഇന്നലെ അടികൊണ്ട് ഓടുന്ന കാഴ്ച. ഋഷഭ് പന്തിൻ്റെ സമ്പൂർണ്ണ താണ്ഡവം തന്നെ. പന്താട്ടത്തിൽ മുഴുവൻ RCB ടീമും ഉലയുന്ന കാഴ്ച. ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചാണല്ലോ ഋഷഭ് പന്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു തിരിച്ചുവരവ്. 61 പന്തുകളിൽ നിന്ന് 118 റൺസ്. ഇതിനു മുന്നേ ഋഷഭ് പന്ത് ഒരു സെഞ്ചുറി നേടുന്നത് 2018 ആ കൗമാരക്കാരനായ പന്ത് അന്ന് ഏറ്റവും മികച്ച ബോളിംഗ് യൂണിറ്റുള്ള SRHനെതിരെ നേടിയ ഒരു സെഞ്ചുറി ഉണ്ട്. അന്നത്തെ പന്തിൻ്റെ നിഴൽ പോലും ഇന്ന് T20 അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. T20 ഇൻ്റർനാഷണൽ ടീമിൽ നിന്ന് ഓൾറെഡി പുറത്താണ്. പിന്നെ IPL കാര്യം പറയുകയാണെങ്കിൽ അതിനും പരിതാപകരം. പക്ഷേ അതിനെല്ലാം അദ്ദേഹം ഇന്നലെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞൊരു വാചകമുണ്ട്, ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനൻറ്റ്. തൻ്റെ ക്ലാസ് എന്താണെന്ന് ഋഷഭ് പന്ത് തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ഒരൊറ്റ മത്സരം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും തനിക്ക് ഇനിയും എന്തൊക്കെയോ സാധിക്കും എന്ന് അദ്ദേഹം ഇന്നലെ പ്രൂവ് ചെയ്തൊരു മത്സരം. എന്തായാലും ഋഷഭ് പന്തിൻ്റെ ഒരു മികച്ച സെഞ്ചുറിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മിച്ചൽ മാർഷിൻ്റെ ഒരു മികച്ച അർദ്ധ സെഞ്ചുറിയുടെ കാര്യത്തിലും 227 എന്ന് പറയുന്നൊരു കൂറ്റൻ സ്കോർ തങ്ങളുടെ സ്കോർ ബോർഡിൽ ചേർക്കുകയാണ് LSG. ഏക്ന സ്റ്റേഡിയത്തിൽ 200-ന് മുകളിൽ ചേസ് ചെയ്യാൻ തന്നെ ടഫായിട്ടുള്ളൊരു സാഹചര്യത്തിൽ 227 എന്ന് പറയുന്ന സ്കോർ ചേസ് ചെയ്യാൻ RCB ഇറങ്ങുന്നു. പോരാത്ത തങ്ങളുടെ കുന്തമുനായിട്ടുള്ള ഫിനിഷർ ടീമിൻ്റെ ഒരു ടീമിലില്ല. സർവ് നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ഋഷഭ് പന്ത് സംഹാര താണ്ഡവമാടിയ മത്സരത്തിൽ RCB നല്ലപോലെ വലഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ മികച്ചൊരു പാർട്ട്ണർഷിപ്പ് വരുന്നു വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഫിൽ സാൾട്ടും. കോഹ്ലിയുടെ ഈ സീസണിലെ കൺസിസ്റ്റൻസി എടുത്ത് പറയണം. കൂടുതൽ റൺസ് അടിച്ച 2ാം താരമായ ഫിൽ സാൾട്ടും 3ാം താരമായ രജത് പട്ടിദാറിൻ്റെ റൺസ് കൂട്ടി വെച്ചാൽ പോലും വിരാട് കോഹ്ലി ഈ സീസണിൽ അടിച്ച റൺസിൻ്റെ അത്ര എത്തുന്നില്ല. തൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തൊരു മത്സരം, മറ്റൊരു അർദ്ധ സെഞ്ചുറി. RCB ടീമിനായി 9000 റൺസ് നേടുക എന്നുള്ളൊരു നാഴികക്കല്ല് അദ്ദേഹം ഇന്നലെ പിന്നിട്ടു. LSGയിലെ ഫീൽഡിങ്ങിലെ പഴുതുകളെ മനസ്സിലാക്കി ബൗണ്ടറീസിലൂടെ കൂടുതൽ റൺസ് നേടുന്നു ഫിൽ സാൾട്ടും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും. മാന്യമായൊരു പവർ പ്ലേ സ്കോർ എത്തുന്നു. എന്നാൽ പിന്നീട് പെട്ടെന്ന് ഫിൽ സാൾട്ട് പുറത്താവുന്നു. രജത് പട്ടിദാർ അധികം നേരം പിടിച്ചു നിൽക്കുന്നില്ല. തൊട്ട് പിന്നത്തെ പന്തിൽ ലിവിങ്സ്റ്റണും പുറത്താവുന്നു. RCB ഒരു തോൽവി ഭയന്ന നിമിഷം. എന്നാൽ അവരുടെ പക്കലൊരു തീ ഉണ്ടായിരുന്നു. അതായത് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത 2ാമത്തെ മത്സരത്തിൽ സ്വന്തം ടീം ഇത്രയും വലിയൊരു റൺസ് വഴങ്ങുന്നു. ഒരിക്കൽ പോലും RCB ഇതുവരെ ചേസ് ചെയ്യാത്ത ആ സ്കോർ. ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞാൽ യുവ വിക്കറ്റ് കീപ്പർക്ക് മുന്നിലുണ്ടായിരുന്ന വലിയൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. ഒരുപക്ഷെ തോറ്റ് കഴിഞ്ഞാൽ ഒരു നാണക്കേട് തന്നെയാണ്. എലിമിനേറ്ററിലെത്തി അവിടുന്ന് ജയിച്ച് കയറുക, പിന്നീട് കിരീടം അണിയുക എന്നുള്ളതൊരു ടഫായ കാര്യം തന്നെയാണ്. പക്ഷേ ജിതേഷ് ശർമ്മയുടെ ആ ഒരു സമയത്തൊരു മനസാന്നിധ്യം, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു സമയത്ത് കാഴ്ചവെച്ച ആ ഒരു ഇന്നിങ്സ്, അദ്ദേഹം മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ താൻ അവിടെ ഉണ്ട്, ആരും പേടിക്കണ്ട എന്നുള്ള ആ ഒരു വാചകമുണ്ട്. അത് തന്നെയായിരുന്നു ഇന്നലെ ഗ്രൗണ്ടിലും കണ്ടത്. 33 പന്തിൽ നിന്ന് പുറത്താവാതെ 85 റൺസ്. RCB ഇന്നലെ തങ്ങളുടെ ഹിസ്റ്ററി തന്നെ ഏറ്റവും മികച്ച ചേസിങ് പുറത്തെടുത്തപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് അവരുടെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മ തന്നെ. 33 പന്തുകളിൽ നിന്ന് 85 റൺസ്. ഒപ്പം മായങ്ക് അഗർവാളിൻ്റെ ഒരു മികച്ച സപ്പോർട്ടും. ഒരു ഘട്ടത്തിൽ LSG അനായാസം ജയിക്കുമെന്ന് തോന്നിയ മത്സരം 8 പന്തുകൾ ബാക്കി നിലയ്ക്ക് RCB ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജിതേഷ് ശർമ്മയും മായങ്ക് അഗർവാളിൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോകുന്നു. ദിഗ്വേഷ് രതി അത് വിക്കറ്റ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിലത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ശൈലിയിൽ നിലത്ത് എഴുതുന്നൊരു കാഴ്ച. എന്നാൽ ആ പന്ത് നോ ബോൾ വിളിക്കുമ്പോൾ തലകുനിച്ചിരുന്ന് ജിതേഷ് ശർമ്മ തല ഉയർത്തി കാണിക്കുന്ന രംഗം ഉണ്ടായിരുന്നു. ഒരു ആബ്സല്യൂട്ട് സിനിമ മൊമെൻ്റ് തന്നെയായിരുന്നു. അതിന് തൊട്ട് പിന്നത്തെ പന്ത് സിക്സറാണ് അദ്ദേഹം പറത്തുന്നത്. അതുപോലെ മറ്റൊരു സിക്സർ പറത്തി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ദിഗ്വേഷ് രതി എന്ന് പറയുന്ന ബോളർ, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇങ്ങനെയാണോ എന്നറിയില്ല. പക്ഷെ എന്നാൽ പോലും ഒരുപാട് ഹെയ്റ്റേഴ്സിനെ കരിയേണ്ട തുടക്കകാലത്ത് തന്നെ സ്വന്തമാക്കുന്നത് ഒരിക്കലും അയാളുടെ ക്രിക്കറ്റ് കരിയറിന് നല്ലതാവാൻ വഴിയില്ല. ഇന്നലെ ഈ ഒരു മങ്കാക്കിങ്, അനാവശ്യമായൊരു മങ്കാക്കിങ് ഉണ്ടായിരുന്നു. അത് ഋഷഭ് പന്ത് ഇന്നലെ ഞങ്ങളതുമായിട്ട് മുൻപോട്ട് പോവില്ല എന്ന് പറയുകയുണ്ടായി. ആക്ച്വലി അതൊരു ഔട്ട് പോലും അല്ലായിരുന്നു.
എനിവേ ഇന്നലെ RCB ഫാൻസ് അത്രയും സാറ്റിസ്ഫൈഡ് ഉള്ളൊരു മത്സരം തന്നെയായിരുന്നു. തങ്ങളുടെ ബാറ്റിംഗ് യൂണിറ്റ് അവരുടെ കരുത്ത് തെളിയിച്ചൊരു മത്സരം. ടിം ഡേവിഡിൻ്റെ ഒരു പ്രസൻസ് ടീമിലില്ലാതെയാണ് ഇത്രയും വലിയൊരു റൺ ചേസ് RCB പുൾ ഓഫ് ചെയ്തത്. 18ാം സീസണിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും RCBയിലെ ഒരു പുൽനാമ്പ് പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് ഇന്നലത്തെ മത്സരത്തിലൂടെ നമുക്ക് വ്യക്തമായി കാണും. തൻ്റെ IPL ആദ്യ അർദ്ധ സെഞ്ചുറി, അതും ഇത്തരത്തിലുള്ളൊരു പ്രഷർ സിറ്റുവേഷനിൽ ഒരു ചേസിങ്ങിലാണ് ഇന്നലെ ജിതേഷ് ശർമ്മ പുറത്തെടുത്തിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ IPL തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് തന്നെയാണ്. എന്തായാലും ഇനിയുള്ള പ്ലേ ഓഫ് മത്സരങ്ങളായിട്ട് കാത്തിരിക്കാം. ഇതിനും വാശിയേറിയ ഒരുപാട് പോരാട്ടങ്ങൾ പ്ലേ ഓഫിലും ഒക്കെ ഉണ്ടാവും. എന്തായാലും ആ മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അല്ലാത്ത നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക.